പനിക്കൂർക്കയില അഥവാ ഞവരയില ഏതൊരു വീട്ടിലും അത്യാവശ്യമായിട്ട് നട്ടു വളർത്തേണ്ട ഒരു ഔഷധ സസ്യമാണ് ഈ പനിക്കൂർക്കയില അല്ലെങ്കിൽ ഞവരയില. കൊച്ചു കുഞ്ഞുങ്ങളുള്ള എല്ലാ വീടുകളിലും ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മുത്തശ്ശി വൈദ്യമാണ്. പണ്ട് മുതലേ തന്നെ കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശിമാരൊക്കെ ഇതിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് അത് തേനിലൊക്കെ ചാലിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അവരുടെ പനി, ശ്വാസം മുട്ടൽ, കഫം, ജലദോഷം, മൂക്കൊലിപ്പ് ഇതൊക്കെ മാറുന്നതിന് ഈ ഇല വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഇതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അവർക്ക് പ്രസരിപ്പും ഉന്മേഷവും ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിനുമൊക്കെ വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇത് നമുക്ക് നട്ടു വളർത്തുന്നതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. എവിടെ നിന്നെങ്കിലും ഒരു ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ ഇത് തഴച്ച് വളരും. സാധാരണ കിണറിൻ്റെ അരികിലൊക്കെയാണിത് നട്ടു വളർത്തുന്നത്. ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും വേണ്ട. നമ്മൾ വെള്ളം കോരുമ്പോൾ അതിൻ്റെ ശകലം വെള്ളമൊക്കെ ഒഴിച്ചാലും ഇത് തഴച്ച് വളരും. ഇവിടെയും തഴച്ച് വളരും. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് തഴച്ച് വളരും. അത്യാവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കിത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ പ്രായമായവർക്കും ഇത് നല്ലതാണ്. കൂടുതലും 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുള്ള വീടുകളിലാണ് ഇതൊക്കെ നട്ടു വളർത്തുന്നത്. പിള്ളേർക്ക് എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഇല, പിള്ളേർക്ക് പനിയൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് ആദ്യം മുത്തശ്ശിമാരെല്ലാം പരീക്ഷിക്കുന്നത് ഇതിൻ്റെ ഇല ഒന്ന് വാട്ടിപ്പിഴിഞ്ഞ് ഇതിൻ്റെ നീരൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാണ് ഡോക്ടറെയൊക്കെ കാണിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു പ്രാഥമിക ഔഷധവും കൂടിയാണ്. അപ്പോൾ ഇത് വളരെയധികം അത്യുത്തമമാണ്. അതുപോലെ തന്നെ ഇത് ഞവരയിലയും തുളസിയിലയും ഇട്ട് തിളപ്പിച്ച് ആവി കൊള്ളുന്നത് പനിക്കും ജലദോഷത്തിനും ഒക്കെ വളരെ നല്ലതാണ്. മൂക്കൊലിപ്പ് മാറും. അതുപോലെ തന്നെ ഇത് വിരശല്യത്തിന് നല്ലതാണ്. അങ്ങനെ നിരവധി ഉപയോഗങ്ങളാണ് ഈ ഇലയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ നീര് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ടാകും. കൃമിശല്യത്തിനുമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുമല്ലോ, ലവ് ബേഡ്സിനൊക്കെ ഇതിൻ്റെ ഇല പറിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ലവ് ബേഡ്സിന് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിനും അതിന് നല്ല ഉന്മേഷം ഉണ്ടാകുന്നതിനും ധാരാളം മുട്ടയിടുന്നതിനും ഒക്കെ ഈ ഞവരയില പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയും ധാരാളം ഉപയോഗങ്ങൾ ഈ ഞവരയിലേക്കുണ്ട്. മറ്റേതെങ്കിലും ഉപയോഗങ്ങൾ, ഗുണങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ലൈക്ക് പ്ലീസ്. ഒരു ലൈക്ക് ഇതാ, ഒരു ലൈക്ക് തന്ന് ഒരു കമൻറ്റ് വിട്ടേ, എന്നെ പ്രോത്സാഹിപ്പിച്ച്. ശരി, ഓക്കെ. ഇത്രയും നേരം എൻ്റെ ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക്സ്.